അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് കിട്ടാൻ, ദാരിദ്ര്യമില്ലാതെ സാമ്പത്തിക ഉയർച്ചയോടുകൂടി ജീവിക്കാൻ, നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാന്മാർ ഒരുപാട് ദിക്റുകളും സലാത്തുകളും അതിന്റെ വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകും, ദാരിദ്ര്യങ്ങൾ ഒരിക്കലും വരികയില്ല, പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള മുഅ്മിനീകളും മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ഒരുപാട് വിദേശ രാജ്യത്തിരിക്കുന്നവർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ദാരിദ്ര്യം കൊണ്ട് വലിയവർ, രോഗം കൊണ്ട് വലിയവർ, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഭവനമില്ലാത്തവർ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന മഹത്തായ ഒരു ദിക്റിനെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അഥവാ അള്ളാഹുവിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. മഹത്വക്കളായ പണ്ഡിതന്മാർ അതിൽ ചില ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെല്ലേണ്ട സമയത്ത് നാം ചെല്ലിയാൽ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന അധികാരങ്ങൾ നമ്മൾ ചെല്ലിയാൽ ജീവിതത്തിൽ അല്ലാഹു വലിയ ഐശ്വര്യം നമുക്ക് നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, തഹജ്ജുദ് നമസ്കാര ശേഷം ഈ ദിക്ർ 10 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ പണം നിങ്ങളെ തേടി വരുന്നതാണ്. ഉദ്ദേശിച്ച കാര്യം അല്ലാഹു നടത്തി തരുന്നതാണ്. അത്ര മഹത്തായ ഒരു ദിക്റാണ്. ഒന്നാമത്തെ കാര്യം തഹജ്ജുദ് നമസ്കാരം. ആ സമയത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന സമയമാണ്. അല്ലാഹു ഭൗതികമായും ആത്മീയമായും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ആ സമയത്ത് ഒരു 10 പ്രാവശ്യം ഈ മഹത്തായ ദിക്ർ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, നാം ജീവിതത്തിൽ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ഒന്നാണ് ദാരിദ്ര്യം. അത്തരത്തിൽ ദാരിദ്ര്യം വരുമ്പോഴെല്ലാം മനുഷ്യർ പലിശയ്ക്ക് പണമെടുക്കുന്നതും ചില തെറ്റുകളിലേക്ക് പോകുന്നതും, പിന്നെ ആ പലിശ അടയ്ക്കാൻ നിർവാഹമില്ലാതെ പിന്നെയും പല തെറ്റുകളിലേക്കും അവൻ കടന്നു ചെല്ലും. അങ്ങനെ അവന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും. ദാരിദ്ര്യം എന്നത് കുഫറിലേക്ക് വരെ ഒരു മനുഷ്യനെ തള്ളിവിടുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ, ഖാലിഖായ റബ്ബേ, ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യം എന്നാൽ നമ്മുടെ വിശ്വാസത്തെ പോലും അത് പിടിച്ചുലയ്ക്കുന്നതാണ്. പടച്ചവനെ, ഈ ഭൂമിയിൽ നീ ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി ഞങ്ങൾക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെല്ലാം നീ സാമ്പത്തികവും ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യം മഹാവിപത്താണ്. അല്ലാഹുവിനോട് എപ്പോഴും നമ്മൾ കാരുണ്യം ചോദിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചതായിട്ടുള്ള ഒരുപാട് ദുആകൾ ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ, പടച്ചവനെ, നീ ദാരിദ്ര്യം ഞങ്ങളുടെ നൽകല്ലേ അല്ലാഹ് എന്നല്ലാഹുവിനോട് കാവൽ ചോദിച്ച ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു ആരിഫീങ്ങളായ മഹാന്മാർക്ക് ഒരുപാട് ദിക്റുകളും സലാത്തുകളും അതിനുള്ള വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ മഹാന്മാർ ഒരുപാട് ദിക്റുകളും സലാത്തുകളും അതിനുള്ള വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. ദാരിദ്ര്യങ്ങൾ കടന്നു വരികയില്ല, പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അക്കൂട്ടത്തിൽപ്പെട്ട വലിയ ദിക്റുകളാണ് അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹുവിന്റെ നാമങ്ങൾ. ആ നാമങ്ങൾ കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് തേടിയാൽ ആ ദുആക്ക് അല്ലാഹു ഇജാബത്തുണ്ടെന്നുള്ള വിഷയത്തിൽ ഒരാൾക്ക് തർക്കമില്ല. ഹദീസുകൾ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ ആരെങ്കിലും മനഃപാഠമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് നിങ്ങൾ ചൊല്ലണം മുഅ്മിനീങ്ങളെ. അത് കാണാതെ പഠിച്ചാൽ, മനഃപാഠമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു ചെല്ലുന്നതാണ്. നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങൾ ചൊല്ലിയാനുള്ള പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ, അതിന്റെ ഫളായിലുകൾ പറയുന്ന അവിടുത്തെ മഹാന്മാര് വിശദീകരിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് തരുന്നത് ഈ
ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമത്തെയാണ്. നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനും ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യപൂർണമായ ബർക്കത്തുള്ള പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ നാം പതിവാക്കേണ്ട ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത്ര മഹത്വമുള്ള ഒരു ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. ഒരുപാട് ഉമ്മമാര് സഹോദരങ്ങൾ നമ്മളോട് പറഞ്ഞു, ഉസ്താദേ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്, പടച്ചവനെ രോഗങ്ങൾ, അതുപോലെ തന്നെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മുസീബത്തുകൾ നീ ഞങ്ങളിലേക്ക് ഇട്ട് തന്നുകൊണ്ട് നീ ഞങ്ങൾ ആരെയും നീ ദാരിദ്ര്യത്തിൽ കൊടുക്കല്ലേ പടച്ചവനെ. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മളെ ഈ വീഡിയോകൾ നമ്മൾ പറയുമ്പോൾ ഓരോ മനുഷ്യനെ ഇത് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയങ്ങൾ എപ്പോഴും പ്രപഞ്ചസത്താവായ അള്ളാഹുമായിട്ട് ബന്ധപ്പെടേണ്ട രീതിക്കുള്ള വീഡിയോകളാണ് നമ്മൾ ഇടുന്നത്. കാരണം അല്ലാഹുമായിട്ടുള്ള ബന്ധം വിഷമത്തോടെ പ്രയാസത്തോടെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രപഞ്ചസത്താവായ അല്ലാഹുവിനോട് നമ്മൾ പങ്കുവെച്ചാൽ മന്നാനായ അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന ഒരു ദിക്റാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഈ മഹത്തായ ദിക്ർ നിങ്ങളെല്ലാവരും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാ വിഷയങ്ങൾക്കും വിശാലത നൽകുന്നവൻ, എല്ലാത്തിനും വിശാലത നൽകുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, യാ ബാസിത്ത് യാ അല്ലാഹ്, 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 യാ ബാസിത്ത് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ആരെങ്കിലും അത്താഴ സമയത്ത്, അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, എപ്പോഴാണ്? സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് 10 പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞ് കയ്യിൽ ഊതി മുഖത്ത് തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ല. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു ഇസ്മാണ് യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ തഹജ്ജുദിന്റെ സമയം അത് വലിയ മഹത്വമുള്ള സമയം, ഒരാളും പാഴാക്കല്ല. ഇനി ഒരു ദിവസം നമുക്ക് സുഖമില്ലാതെ ആയിപ്പോയി അല്ലേ, എന്നാൽ നമ്മൾ ഒരു ദിവസം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങരുത്. ചില ദിവസമായി ഇനിയിപ്പോ ഈ ആഴ്ച എനിക്ക് പറ്റിയ ദിവസം യാത്രയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും മുടക്കരുത്. ആ ദിവസം നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് രോഗമായിരിക്കാം, യാത്രയായേക്കാം. പക്ഷേ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടിയുള്ള സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആ മഹത്തായ സമയത്ത്, അഥവാ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് 10 പ്രാവശ്യം ആരെങ്കിലും യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞ് കയ്യിൽ ഊതുക. എന്നിട്ട് മുഖത്ത് തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ലെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. പടച്ചവനെ, നിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് അല്ലാഹ്. എത്ര പറഞ്ഞാലും അതിന്റെ മഹത്വങ്ങൾ തീരില്ല റഹ്മാനായ റബ്ബേ. നിന്റെ നാമങ്ങൾ കൊണ്ടാണ് അമ്പിയാക്കൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ ചലിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചതെല്ലാം നിന്റെ നാമങ്ങൾ കൊണ്ടാണ്. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കിലോമീറ്റർ അപ്പുറമുള്ള കൊട്ടാരം മഹാനായ ആസിബിൻ ബർഖിയ റഹിമഹുല്ലാഹ് മഹാനവറുകൾ കൊണ്ടുവന്നത് നിന്റെ നാമം കൊണ്ടാണ് പടച്ചവനെ. അപ്പൊ അത്ര മഹത്വമുള്ള നാമങ്ങളാണ് അല്ലാഹുവിന്റെ നാമങ്ങൾ. അതുപോലെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, ആർക്കെങ്കിലും സമ്പത്ത് കിട്ടാൻ ആഗ്രഹമുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് സമ്പത്ത് വരാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് പേര് മക്കളില്ലാത്തവർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, അവർക്കെല്ലാം മക്കളെ നൽകണേ അല്ലാഹ്. അവ പടച്ചവനോട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ നീ അവർക്കെല്ലാം മക്കളെ നൽകണേ അല്ലാഹ്. അവ മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൽ വിശാലത കിട്ടാൻ, ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവർ
ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ എല്ലാ ദിവസവും പതിവായി 72 പ്രാവശ്യം ചൊല്ലണം. എത്ര? 72 പ്രാവശ്യം ചൊല്ലണം. എന്റെ മുഅ്മിനീങ്ങളെ, മക്കളില്ലാത്ത ഉമ്മമാരെ, സഹോദരങ്ങളെ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ 72 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യുകയും അവർക്ക് വലിയ വിജയങ്ങൾ കാണുകയും ചെയ്തു. അപ്പൊ ഇത് പരിശോധിച്ച് വിജയം കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, സമ്പത്ത് കിട്ടാൻ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് പല മുറാദുകളുള്ളവരുണ്ട്. വിദേശ രാജ്യത്ത് നിൽക്കുന്നവർ, ജോലിയില്ലാത്തവരുണ്ട്, നാട്ടിൽ നിൽക്കുന്നവർ, ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ട്, രോഗമുള്ളവരുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു, ഈ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമമായ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ 72 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, മക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, സമ്പത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തിൽ വിശാലത, ദുനിയാവിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും പതിവായി 72 തവണ ചൊല്ലിയാൽ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അല്ലാഹു നടത്തി കൊടുക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. സമ്പത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യമില്ല, ആവശ്യം വരികയില്ല. അപ്പോൾ ഈ ഇസ്മിനെ എല്ലാവരും എല്ലാ ദിവസവും പതിവാക്കുക, നെഞ്ചോട് ചേർത്ത് വെക്കുക. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ പടച്ചവൻ നമുക്ക് വിശാലത നൽകുന്നതാണ്. അല്ലാഹുവേ, നിന്റെ 99 നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് അല്ലാഹ്. അത് ചെല്ലുമ്പോൾ നീ ഞങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهما كما ربونا صغارا. اللهم اشف أمراضنا وأمراض والدينا وأمراض أحبابنا وأمراض أزواجنا وأمراض أولادنا يا شافي الأمراض. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കടക്കാറുണ്ട്, കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ എത്രയോ പേര് വിവാഹപ്രായത്തിൽ നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്ക് നീ സാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർ റബ്ബേ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് പടച്ചവനെ, അവരിൽ പലരും ജോലിയില്ലാത്തവർ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യകളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ ഖൈറുകൾ നൽകണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകളെ തൊട്ടും ഇടങ്ങേറുകളെ തൊട്ടും അക്രമങ്ങളെ തൊട്ടും കള്ളന്മാർ ശർറുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ആകാശത്ത് നിറങ്ങുന്ന ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.